പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേദ വന്ന് ചോദിക്കുന്നുണ്ട്, ഹലോ വിക്രമോനെ, വല്ലാതെ അങ്ങ് നാണം കെട്ടു പോയാൽ. ഹോ, ഇങ്ങനെ ഒരു നാണം കെട്ടൽ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഇങ്ങനെ വിക്രമിനെ കളിയാക്കി ചിരിക്കാണ്. ആ സമയത്ത് തന്നെ വിക്രം ഒന്നും തന്നെ മിണ്ടുന്നു. വേദ പറഞ്ഞിട്ട്, നിങ്ങൾ ഈ വീട്ടിലെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിയുണ്ട്. പക്ഷെ ഇപ്പൊ ഏതായാലും എനിക്ക് മനസ്സിലായി അതൊന്നുമില്ല എന്ന കാര്യം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളല്ലാതെ ഇതുപോലുള്ള ഫ്രോഡുകളുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു നാണമില്ലല്ലോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചു കൊടുത്തിന് വേദങ്ങ് കളിയാക്കി ചിരിക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിനെ പറഞ്ഞത്, എടി നാണമില്ലാത്തത് നിനക്ക് ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞിട്ട് പോലും അട്ടയെ പോലെ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നു എന്നൊക്കെ പറയും. അന്നേരം വേദ പറഞ്ഞിട്ട്, ഓ, അട്ടയെ പോലെ പറ്റിപ്പിടിച്ച് കിടക്കാൻ പറ്റിയ ഒരു സാധനം കണ്ടാലും മതി എന്നൊക്കെ പറഞ്ഞങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട്, എടി എന്നൊക്കെ പറഞ്ഞ വേദയുടെ നേർക്കങ്ങ് അപ്പോഴേക്കും വേദക്കും അങ്ങ് ദേഷ്യം വന്നിട്ട്, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ വിരൽ ചൂണ്ടി നിൽക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് പിന്മാറും. വേദ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അതെ, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഈ വീട് നിങ്ങൾക്കൊരു നരകമായിരിക്കുമെന്ന്. എന്നിട്ട് ഞാൻ അതെല്ലാം മറന്നുകൊണ്ടതിന് ഇനി മുതൽ നിങ്ങളെ സ്നേഹിച്ച് ജീവിക്കാമെന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ എന്റെ തലയിലങ്ങ് കയറി നിരങ്ങുക. അന്നേരം വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഏതായാലും ഇതുപോലുള്ള ഫ്രോഡുകളൊക്കെ വിശ്വസിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. അന്നേരം അതേടി ഞാൻ വിശ്വസിക്കടി, നീ എന്താടി എന്നെ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടതിന് വിക്രം അങ്ങ് ഷൗട്ട് ചെയ്യും. അന്നേരം വേദ പറഞ്ഞിട്ട്, ആ, എന്തായാലും നിങ്ങൾ വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ നടക്കോ ഇല്ലയോ നമുക്ക് നോക്കാലോ. ഞാൻ ഏതായാലും ഒരു വിഷകന്യകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഏതായാലും ഇനി മുതൽ ഞാൻ പേടിക്കണം. എനിക്ക് ഏതായാലും അടുക്കളയിൽ പോയിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്തിച്ചിട്ട് ഞാൻ നിങ്ങൾ ഏതായാലും ഇവിടേക്കൊന്ന് വിരിച്ചിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ വല്ല ബോധ്യമുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് ബോധ്യമെങ്കിലും നിങ്ങൾക്കൊന്ന് വരട്ടെ എന്നൊക്കെ പറയും. എന്നിട്ട് നീ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേദ അവിടെ നിന്നങ്ങ് പോകുന്നത്. വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് നീ പോടി എന്നൊക്കെ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീജ ഇങ്ങനെ തുണികളെല്ലാം അലക്കിയിട്ട് ഇങ്ങനെ വിരിക്കായിരിക്കും. ഇതും കണ്ടുകൊണ്ട് തന്നെ നന്ദിനി വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യണോ ശ്രീജ എടുത്തി വന്ന് ചോദിക്കും. അന്നേരം ശ്രീജ പറഞ്ഞിട്ട്, ഓ, നീ പേപ്പർ വായിക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, ആ, ഈ പേപ്പർ ഞാൻ മുഴുവൻ വായിക്കും, നാളെ പരീക്ഷയുള്ളതാണ്. ഇനിയിപ്പോൾ ശ്രീജയത്തിയും കൂടി എന്നെ കളിയാക്കി തുടങ്ങിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്താ ശ്രീജയത്തിയെ സഹായിക്കണമെന്ന് ചോദിക്കുന്ന സമയത്തിന്, വേണ്ട, ഇവിടുത്തെ പണികളൊക്കെ തീർന്നു, ഞാൻ ഏതായാലും വീട്ടിലെ പണികളെല്ലാം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേപ്പറൊക്കെ വായിക്കാറുള്ളൂ എന്നൊക്കെ പറയാണ് ശ്രീ. അങ്ങനെ നന്ദിനി അവിടെ ഇരുന്ന് ഇങ്ങനെ പത്രം വായിക്കുന്ന സമയത്തായിരിക്കട്ടെ വേദ കുളി കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. ആ സമയത്തിന് നന്ദിനി, അതെ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വേദയെ പിടിച്ചു നിർത്താൻ. ആ സമയത്തോട്ട് വേദയുടെ കഴുത്തിൽ താലിയില്ലാത്തതായിട്ട് നന്ദിനി ശ്രദ്ധിക്കുന്നു. അങ്ങനെ വേദ ഏതായാലും അകത്തേക്ക് പോകുന്ന സമയത്തിന് നന്ദിനി ഇങ്ങനെ ശ്രീജയെ വിളിക്കുന്നുണ്ട്. ശ്രീജയെത്തി, ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ശ്രീജയെ കൂട്ടിക്കൊണ്ട് ദേ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നന്ദിനി ഇങ്ങനെ ശ്രീജക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ദേ നോക്കിയെന്ന് പറയുന്ന സമയത്തിന് വേദ റൂമിലേക്ക് ചെന്നതിന് ശേഷം താലിമാല എടുത്ത് ഇങ്ങനെ കഴുത്തിലിടാണ്. ആ സമയത്തിന് ശ്രീജ പറയുന്നുണ്ട്, അവളെന്താ അവളുടെ താലിമാല എടുത്തിട്ട് കഴുത്തിലിടില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ ഇവരുടെ കുശു കേട്ടുകൊണ്ട് തന്നെ വേദ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും പുറത്തൊരു ഗൂഢാലോചന എന്ന് ചോദിക്കുന്ന സമയത്തിന് നിനക്കെതിരായിട്ട് തന്നെയാണെന്ന് പറയുന്ന നന്ദിനി. അന്നേരം വേദ പറഞ്ഞിട്ട്, നന്ദിനി അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ശ്രീജയത്തി ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. അതുകൊണ്ട് അതെന്താ കാര്യമെന്ന് ചോദിക്കും. ഇതെന്തിനാ നീ താലി ഊരി വെച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അത് ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഊരി വെച്ചതാണ്, എന്താ ഇനി ഊരി. അന്നേരം പറഞ്ഞിട്ട്, നീ വലിയ താലിയിലൊക്കെ വിശ്വാസമുള്ള ആളല്ലേ, എന്നാൽ നീ ഈ താലി ഊരി വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ നീ ഇങ്ങനെ താലി ഊരി വെക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയട്ടെ നന്ദിനി. അന്നേരം വേദ പറഞ്ഞിട്ട്, നന്ദിനി എടുത്ത് താലി ഊരി വെച്ച് പിരിയണമെന്നൊന്നും എനിക്കില്ല. എന്നാൽ നന്ദിനിയടുത്ത് ഈ താലി ഊരി വെച്ച് ഒരു കല്യാണം കൂടി കഴിച്ചു നോക്ക്, എന്നിട്ട് താലി ഊരണോ വേണ്ടോ എന്നൊക്കെ അപ്പൊ തീരുമാനിക്കാമെന്നൊക്കെ പറയും. അപ്പോഴേക്കും നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ഇടി എന്നൊക്കെ പറഞ്ഞ വേദയുടെ നേർക്കങ്ങ് വരികയാണ്. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട്, എന്റെ പൊന്നു നന്ദിനിയായിട്ട് ഭഗവാന്റെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് താലി കെട്ട് നടന്നു എന്നാണ്. അതിനുശേഷം ഇത് വെറും ഒരു സ്വർണ്ണമാല മാത്രമാണ്. അതിനുശേഷം ഇതിന് വലിയ പവറൊന്നുമില്ല എന്ന് പറയും. ഇവരെങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് കമലാമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ആ അമ്മ അമ്പലത്തിൽ പോയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, ആ, അമ്പലത്തിൽ പോയി വന്നു എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് വേദക്ക് ഇങ്ങനെ ചന്ദനം ചാർത്തി കൊടുക്കണം. എന്നിട്ട് പറഞ്ഞിട്ട്, നിങ്ങൾ രണ്ടുപേരും കുളിച്ചിട്ടില്ലല്ലോ, കുളിച്ചിട്ടും വാ എന്ന് പറയും. അന്നേരം നന്ദിനി പറയുന്നുണ്ട്, ഇവിടെയൊക്കെ പിടിപ്പത് പണി നേരം വെളുത്ത ഉടനെ കുളിച്ച് സുന്ദരിയായിട്ട് ഇരിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. കമലമ്മ പറയുന്നുണ്ട്, മോളെ, ഞാൻ അമ്പലത്തിൽ മാത്രമല്ല, മോൾ എന്നൊരു പൂജാരിയുടെ അടുത്ത് കൊണ്ടുപോയില്ലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയി ആ പൂജാരിയുടെ അടുത്ത് പോയി. കാര്യം ഇന്നലെ വിക്രം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ വരെ പോയത്. അപ്പോൾ എന്റെ മോളെ കൊണ്ട് വിക്രത്തിന് യാതൊരുവിധ ദോഷവും വരില്ല എന്ന് പൂജാരി പറഞ്ഞു. അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങളെയൊക്കെ തട്ടി നീക്കാൻ വേണ്ടിയിട്ടാണ് മോൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാണ് പൂജാരി പറഞ്ഞത് എന്നൊക്കെ പറയട്ടെ കമലമ്മ. ഇത് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും നന്ദിനിക്ക തൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് വാ മോളെ ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, വാ എല്ലാവരും വാ, ഇത്ര നേരം നല്ലോണം വായിട്ടടച്ചതില്ലേ, അതുകൊണ്ട് പുട്ടും കടലയും തട്ടിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നന്ദിനിയെ വിളിക്കുന്നത്. അങ്ങനെ വേദ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വരുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ, ഇന്നലെ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ ഞാനൊന്ന് പേടിച്ചു നിങ്ങളടുത്ത് കിടക്കാനായിട്ട് എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നിട്ട്, അതെടി, ഞാൻ ഇന്നലെ 3 തവണ വിചാരിച്ചു നിന്നെ കൊല്ലണമെന്ന്. എന്നാൽ നിന്നെ പോലെ ക്രിമിനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകണ്ടെന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നും പറയുകയാണ് വിക്രം.
അന്നേരം ഓ അങ്ങനെയെന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രം പറയുന്നത് അതെടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാതിരുന്നത് എന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നത് അതെ നിങ്ങളൊരു പാവാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം എന്താ ഇവള് പറയുന്നത് എന്ന് ചിന്തിച്ച് വിക്രം ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്ന സമയത്തിന് വേദ പറഞ്ഞത് അതെ നിങ്ങളെ സ്വാധീനിക്കാൻ ആർക്കും പറ്റുമെന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നത് എടി നീയാണോടി ഇനി എന്നെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട് അതെ നിങ്ങളെ സ്വാധീനിക്കാൻ ആർക്കും പറ്റും, അല്ലെങ്കിൽ പിന്നെ നിങ്ങളല്ലാതെ ഇതുപോലെ ഫ്രോഡ് സന്യാസിമാരുടെ അടുത്ത് പോയിട്ട് അവർ പറയുന്നതൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് വരുമോ? ഇതിപ്പോ കാലം തന്നെ മാറി മറിഞ്ഞു എന്ന കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ വിക്രമോൻ? പഴയ കാലത്തുള്ള സന്യാസിമാരൊന്നും ഇപ്പൊ ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പുതിയ രീതിയിൽ കോസ്മെറ്റിക് സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് അതൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറെ മണ്ടന്മാർ ആൾക്കാരും വെറുതെ അല്ല നിങ്ങൾ ആ ശ്രീനിസാറിന്റെ കാലിൽ തൂങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കളിയാക്കും. അന്നേരം വിക്രം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആരുടെയും അടിമയൊന്നും മാറ്റില്ല എന്ന് പറയുന്ന സമയത്തിന് ആ നിങ്ങളിപ്പോ അങ്ങനെയൊക്കെ പറയാമെന്ന് പറയും വേദ. എന്നിട്ട് വേദ പറഞ്ഞിട്ട് ഏതായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമയ്ക്കൊന്നും പോയിട്ടില്ല, ഇനി നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോവാമെന്ന് പറയും. ഇനി കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് പറയാലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് മോഹൻലാലിന്റെ തുടരും സിനിമയാണ് എന്നൊക്കെ പറയാലോ എന്ന് പറയും. അതിനുശേഷം നമുക്ക് ടൂർ പോവാം, പാർക്കിൽ പോവാം, ബീച്ച് പോവാം, അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു നോക്കാട്ടോ വേദ. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടെ. വിക്രം പറഞ്ഞു ദേ മര്യാദക്ക് നിർത്തിക്കോ, ഇനി ഇതെങ്ങാനും തുടരുന്നതിന്റെ മോന്ത ഞാൻ അടിച്ചു പൊളിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയാൻ ഇവരിങ്ങനെ സംസാരിക്കുന്നതും കേട്ടുകൊണ്ടായിരിക്കും രമ്യ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. രമ്യ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമാണ്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് ഞങ്ങൾ വഴക്കൊന്നുമില്ല, ഞങ്ങൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകും, അപ്പോൾ അതിലിടാൻ പോകുന്ന റീൽസിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് ഞങ്ങൾ. വിഷകന്യക 2.2 എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ആദ്യത്തെ റീൽസിന്റെ പേര് തന്നെ ഇടിവെട്ടി കൂന് പൊട്ടി എന്നൊക്കെയാണെന്ന് പറയുന്ന സമയത്തിന് രമ്യങ്ങ് ചിരിക്കണ്ട്. ആഹാ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. അതെ ഞാൻ ഇതിന്റെ പായസം കൊണ്ടുവന്നതാണെന്ന് പറയുന്ന സമയത്തിന് ആഹാ ആണോ എന്ന് പിന്നെ അകത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് വേദങ്ങനെ രമ്യയെ കൂട്ടിയിട്ട് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് രമ്യ വന്നതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് വെഞ്ഞാറമൂടാണെന്ന് പറയും. ആ സമയത്തിന് സുരാജ് വെഞ്ഞാറമൂടിനെ അറിയാവോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി. അന്നേരം ഒന്നും മിണ്ടാതിരുന്നേന്ന് പറയുന്ന സമയത്തിന് രമ്യ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ഇന്നലെ രാത്രി കുറെ അധികം ബഹളമൊക്കെ കേട്ടല്ല, ബഹളമെല്ലാം കേട്ട സമയത്ത് ഞാൻ ഇവിടെ വല്ല വഴക്കായിരിക്കുമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയും. അന്നേരം വേദ പറഞ്ഞിട്ട് അത് വഴക്കൊന്നുമില്ല എന്ന് പറയുന്ന സമയത്തിന് അത് വഴക്ക് എന്ന രീതിയിൽ നന്ദിനി ഇങ്ങനെ പറയാൻ നോക്കുന്ന സമയത്തിന് പെട്ടെന്ന് അതിന്റെ ഇടയിൽ കയറിക്കൊണ്ടതിന്റെ വേദ പറഞ്ഞിട്ട് അതെ വഴക്കൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ ഇന്നലെ റീൽസിന്റെ പ്രാക്ടീസ് ആയിരുന്നു, അതിന് നന്ദിനി അടുത്തേക്ക് ചെറിയൊരു റോളുണ്ട്, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്ന റോളാണ് നന്ദിനി അടുത്ത്, അതിൽ നന്ദിനി അടുത്തിന്റെ ക്യാരക്ടർ കുത്തിത്തിരിപ്പ് യശോദ എന്നാണ് എന്നൊക്കെ പറയും. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ്. ഏതായാലും രമ്യ അവിടെ പായസം കൊടുത്തതിന് ശേഷം അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട് അമ്മ ഇത് കേട്ടില്ല, അവൾ എനിക്കിട്ട പേര് കേട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറയുന്നുണ്ട് അതിനെന്താ നന്ദിനി, ആ പേര് നിനക്ക് ഏതായാലും നല്ല ചേർച്ചയുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയല്ലേ നീ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആ കുട്ടി വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇവിടുത്തെ വഴക്കങ്ങളൊക്കെ ഒന്നുകൂടി കൊത്തിച്ചകയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നീ അതിന് കുറച്ചും കൂടി ഇങ്ങനെ ഇളക്കം കൂട്ടിക്കൊടുത്തു, അതുകൊണ്ട് തന്നെ നിനക്ക് ആ പേര് ചേർന്നത് തന്നെയാണെന്ന് പറയാണ് കമലം. പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീടായിരിക്കും. പത്മ ഇങ്ങനെ ദീപ്തിക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം ശങ്കരനാരായണന് വേണ്ടിയിട്ട് ചായ എടുക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ജസ്റ്റ് ശങ്കരനാരായണനെ കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഗോണി കയറി ഇറങ്ങി വരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ശങ്കരനാരായണനൊരു നെഞ്ചുവേദന വരുന്നത്. നെഞ്ചുവേദന സഹിക്കാൻ കഴിയാതെ ആകെ വിഷമിച്ച് നെഞ്ചിങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും